Hi guys, welcome back to a new video of Escape Family Vlogs. ഞങ്ങളിപ്പോൾ ഉള്ളത് ഷൊർണൂരാണ്. ഞങ്ങൾ കോഴിക്കോടേക്ക് പോകുന്ന യാത്രയിലാണിപ്പോൾ. ആക്ച്വലി ഞങ്ങൾ അങ്കമാലിയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ഇവിടെ നിന്നാണ്, കറുകുറ്റിയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ഷൊർണൂർ വന്ന് ഇറങ്ങി. ബിക്കോസ് നമ്മൾ നിലമ്പൂർ ട്രെയിൻ ടിക്കറ്റ് എടുത്തണോ? അന്റെ വല്യപ്പന്റെ വണ്ടി ഇവിടെയൊക്കെ ടിക്കറ്റ് എടുക്കേ. ഇവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുത്താണല്ലോ. ഇവിടെ രണ്ടാളത് ടിക്കറ്റിലേക്ക് ചെന്ന് പറഞ്ഞ അവിടെ പോയി പറഞ്ഞു സാറേ ഇവിടെ ടിക്കറ്റില്ല, മാസ്ക് ഇല്ല. അതാ പോലീസ് വരുന്നുണ്ടല്ലോ. ടിക്കറ്റ് എടുക്കാൻ ഞങ്ങളപ്പം കയറണ്ടല്ലോ, വേറെ എവിടെ പോയി. അന്റെ അച്ഛൻ്റെ വണ്ടി അത് ടിക്കറ്റ് എടുത്ത് പോയിട്ട് അല്ലേ? ടിക്കറ്റ് എടുക്കാൻ ഗേസ് നോന് ഇവിടെ ആകെ വിളിച്ചിരിക്കുന്നത്. ഒന്ന് അടുത്ത സ്റ്റേഷനിൽ ഇറക്കി വിടണം പോലീസുകാർ. ഞാൻ CPR പോലീസുകാരെ വിളിച്ചാൽ അതാ പോലീസ് വരുന്നുണ്ട്. പോലീസ് ഇല്ല മോനെ, ഇല്ല മോനെ. ടിക്കറ്റ് കൊടുക്കാതെ കയറിയിരിക്കുന്നുണ്ടോ? ഞങ്ങൾ കോഴിക്കോട് പോകണം. അപ്പോൾ ഞങ്ങൾ മടിയിൽ നിന്ന് ചാടി കയറിയിട്ടേ. അതെ. ലോണിന് ചായ വേണമെന്ന് പറഞ്ഞു. കുറച്ച് ചായ മേടിച്ചിട്ട് വന്ന്. ഈ ഒരു ഗ്ലാസും കൂടെ എക്സ്ട്രാ വാങ്ങാം. അതിന് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് കൊടുത്തു നോക്ക്. എന്താ നോനു ചെയ്യുന്നേ? ടീ ബാഗ് കൊണ്ട് ചായ ഉണ്ടാക്കുവാണോ? ഉടുപ്പലാക്കരുതട്ടാ, അച്ഛ വഴക്കുറേ. നോനു ചായ കുടിക്കാൻ. നോനുട്ടി, നോനു ഇതെന്താ കാണുന്നു? എന്താണ് ഇന്ന് ഞങ്ങള് വീണ്ടും ഇപ്പോൾ വന്നിട്ടേ എൻ്റെ കുട്ടി ആർക്കും കൊടുക്കാറുണ്ട്. ഹായ്, നമസ്കാരം ഗൈസ്. ഹലോ ഗൈസ്. സോ ഞങ്ങള് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്ഥലമാണ് കേട്ടോ ഇത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ മിസ് വാങ്ങി തന്ന ഫ്ലാസ്കാ. അത് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കുട്ടിക്ക് കൊടുത്തത്. ഇവിടുന്ന് ട്രെയിനിന്റെ സൗണ്ട് കേൾക്കുന്ന നോനൂട്ടാ. അപ്പോൾ നമ്മളിനി പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് അറിയണ്ടേ? നമ്മളിനി ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ നേരെ ബീച്ചിൽ പോയി എന്നെ കൊണ്ട് നോളിന് കടൽ കാണിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ കടലൊക്കെ കണ്ടതിന് ശേഷം കല്ലുമ്മക്കായ കഴിക്കണ്ട. കല്ലുമ്മക്കായ നല്ലതൊക്കെ മേടിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ല. ദെൻ എന്ത് സാധനമായാലും മറ്റേ മസാല അങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത്. കോഴിക്കോടുകാർ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി വെച്ച് തരും കേട്ടോ. കോഴിക്കോട് നല്ല കല്ലുമ്മക്കായ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ തരികയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല. കല്ലുമ്മക്കായും മെച്ചല്ല, ഐശ്വര്യം. പക്ഷെ നേരത്തെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നല്ല കല്ലുമക്കായ കിട്ടിയിട്ടുണ്ട്. നാട്ടുകാര ചാലിയാർ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഞാനും പ്രീതിയമ്മയും കൂടി അവിടുന്ന് പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു കിണ്ണം കാഴ്ച പൊറോട്ട. നമുക്ക് പോയാലോ? നൈസ് പൊറോട്ട. അതിക്ക് കല്ലുമ്മക്കായൻ്റെ കറി പറഞ്ഞിരുന്നു. അപ്പം എനിക്കത് ഇഷ്ടം തോന്നില്ല. എന്നിട്ട് അമ്മായി അത് എനിക്ക് തന്ന് ഞാൻ തിന്നു നോക്കുമ്പോൾ എമ്മോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൊറോട്ടയും കറിയും. ചാലിയാറാണ് ഹോട്ടൽ, ചാലിയാർ രാമനാട്ടുകര. ഇപ്പം അത് എവിടെയെന്ന് അറിയില്ല. ആദ്യം പഴയ ബസ് സ്റ്റാൻഡിൻ്റെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പള്ള ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു അത്. അപ്പം അതിൻ്റെ കറക്റ്റ് സ്ഥലം ഓലെങ്ങോട്ടും മാറ്റുമെന്നൊന്നും അറിയില്ല. കുറേ കാലമായി പോയിട്ട്. ഞാൻ 4-5 5 പഠിക്കുമ്പോൾ പോയത്. അപ്പം ഞങ്ങൾ എന്തായാലും നടക്കട്ടെ. ഞങ്ങൾക്ക് ഇനി നോനിന് വിശന്ന് തുടങ്ങിയെന്ന് പറയുന്നു. നോനെന്താ പറയണം? ഓണത്തിൻ്റെ കാലത്താണ് വിഷു മെറി ക്രിസ്മസ്. അപ്പം ഞങ്ങളിനി അവിടെ ചെന്നിട്ട് കുറച്ച് നേരം ബീച്ചിൽ കളിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഗുരുവായൂർക്ക്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. കനാലോ? അപ്പൊ ഇന്നലെ വന്നതാണ്. ഇന്നലെ വന്നതാണ്. സത്യം വെള്ളം ഉണ്ടായിരുന്നില്ല ഇന്നലെ. ഇപ്പോൾ നിറഞ്ഞതാണ്. ഇതുവരെ വറ്റി കിടക്കാറ്. അവിടെ ഫോട്ടോ എടുക്കാറുണ്ട്. അത് കോഴിക്കോട്. നമുക്ക് കുറച്ച് നേരം ഇവിടെ നിൽക്കാം. കളിക്കാൻ 1 മിനിറ്റിനാണ്. ഇതെന്താ? ഡിസ്ട്രിക്ട് ടൂറിസം പ്രോഗ്രാം പ്രൊമോഷൻ കൗൺസിൽ കോഴിക്കോട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എത്ര കണ്ടാലും മതി വരുന്നത് കടൽ. ഞാന് സൂപ്പർ ഡൂപ്പർ എക്സൈറ്റഡ് ആണ്. ഇങ്ങോട്ട് നോക്ക്. കടലിൽ കളിക്കാൻ പോകണോ? അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സെറ്റാണ്. മതി 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 ഒഴിക്കൂ. മനുഷ്യൻ കടലമ്മയുടെ കോപം ഏറ്റു വാങ്ങാനായിട്ട് വീണ്ടും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അയ്യോടാ ആണല്ല പെണ്ണാണ്. കടലമ്മ പെണ്ണാണ്. കോഴിക്കോട് കടലമ്മ വായിക്കാനുള്ള ശക്തി ഒന്നും കോഴിക്കോട് കടപ്പുറത്തുനിന്ന് ആയിട്ടില്ല. മലപ്പുറത്ത് വന്നിട്ടാണ് വരുന്നത്. ഇപ്പോൾ വരൂ കേട്ടോ. അതാ ഇവിടെ എഴുതിയിട്ടാണ് കേട്ടോ ഇത്ര നേരം വിളിച്ചത്. ശരിയാണല്ലോ, കടലമ്മ വരുന്നില്ലല്ലോ.
പരുന്ന് പറക്കുന്നുണ്ടോ. അങ്ങനെ കടലിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഗുരുവായൂർക്കാണ്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഡയറക്റ്റ്ലി തൃശ്ശൂർക്കുള്ള ട്രെയിൻ കയറി. തന്നെ അവിടെ നിന്ന് ഗുരുവായൂർ ട്രെയിനിൽ കയറിയേക്കുവാണ്. ഇപ്പം നോനു ഉറങ്ങി തുടങ്ങിയായിരുന്നു കേട്ടോ. നോനുവിന് വയ്യായിരുന്നു, ഭയങ്കര ടയേർഡായി. രാവിലെ ഇറങ്ങിയതല്ലേ, പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഞങ്ങൾ ഗുരുവായൂർ ചെന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് അവൾ ഉറങ്ങിയിരുന്നു. പിന്നെ ഞങ്ങളൊരു റൂം എടുക്കാൻ പോകുന്നതാണ് കേട്ടോ. സോ ഗൈസ്, ഇപ്പോൾ 11:40 ഞങ്ങളിതാ ഒരു കുഞ്ഞു റൂം എടുത്തിട്ടുണ്ട് ഇവിടെ. ഗുരുവായൂരെത്തുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ അകലേന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ട് പോരുക. ഇവിടുത്തെ ഓട്ടോക്കാരുടെ അടുത്ത് ഒക്കെ ചോദിച്ച് നിങ്ങളൊരു റൂം കണ്ടുപിടിക്കരുത്. അവരവരുടെ കമ്മീഷനും കൂടി എടുത്തിട്ടാണ് പൈസ വാങ്ങുന്നത്. നല്ല എമൗണ്ട് ആകും. അപ്പോൾ ഞങ്ങൾക്ക് സാധാരണ അങ്ങനെ റൂം എടുക്കേണ്ട സിറ്റുവേഷൻ ഒന്നും വരാറില്ല. നമ്മുടെ വീട് ഇവിടെ അങ്കമാലിയല്ലേ, അപ്പോൾ അടുത്ത് നിന്ന് നമുക്ക് 1 മണിക്കൂറുള്ള ട്രാവലിങ്ങേ ഉള്ളൂ. ഞങ്ങൾ വരുവാണെങ്കിൽ തന്നെ ചിലപ്പം ട്രെയിൻ വന്നിട്ട് രാത്രി ഇവിടെ നിന്ന് ഫ്രഷായി അങ്ങനെയാണ് രാവിലെ തൊഴാറ്. രാവിലെ തന്നെ ക്യൂവിനകത്തേക്ക് നിൽക്കും. ഒരു 2:30 ആകുമ്പോഴത്തേക്ക്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. പിന്നെ കുഞ്ഞൊക്കെ അതിന് ശേഷം നമ്മൾ വണ്ടിയിലായിരുന്നു വരുന്നത്. ഇന്നിപ്പോൾ ഞങ്ങളൊരു ലോങ് പോയിട്ടാണ് വരുന്നത്. കോഴിക്കോട് പോയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് റൂം എടുക്കാതെ ഒരു നിവൃത്തി ഇല്ലാണ്ടായി. ഞങ്ങളൊരു 2 പ്രാവശ്യം നമ്മൾ ആകെ റൂം എടുത്തിട്ടുള്ളൂ. ഇതിന് മുന്നേ ഞങ്ങളിവിടെ ഭജന ഇരിക്കാൻ വന്നപ്പോൾ അന്ന് ഒരുപാട് ടയേർഡായിരുന്നു. അപ്പം അന്നേരവും നമ്മൾ ഒരു റൂം എടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള റൂമാണ്. ഇത് എന്നാണ്ട് വെച്ചിട്ട് മെയിൻ എൻട്രൻസിൻ്റെ അവിടെ അല്ലേ? ആ ഓക്കെ ഓക്കെ. അതിൻ്റെ വലതുവശത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരണതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? തൊഴുതട്ട് ഇറങ്ങി വരണതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതിൻ്റെ അതെ, ഒരു കുഞ്ഞു വീട് അതാക്കിയതാന്ന് തോന്നുന്നു അല്ലേ? ഇതാ കണ്ടോ, പണ്ടത്തെ സീലിംഗ് ഒക്കെ. പണ്ടത്തെ ഒരു വീടാണ്. പക്ഷേ തിരക്കില്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടും. ഇപ്പം ഇങ്ങനെ അത്ര തിരക്കുള്ള ദിവസമൊന്നും 500 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഈ റൂമിന്. പക്ഷേ ഇപ്പോൾ ടാക്സിൻ്റെ ഇതും കൂടെ വന്നതുകൊണ്ട് 600 രൂപയാക്കി. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഒരു കുഞ്ഞ് ബാത്റൂമും ഉണ്ട്. ബാത്റൂമൊക്കെ തീരെ ചെറുതായിട്ടോ. ഓൾറെഡി ഒരു പഴയ ബാത്റൂം തോന്നുന്നു. കണ്ടോ, ഈ ഒരു കുഞ്ഞ് സ്പേസ് ബാത്റൂമാക്കി എടുത്തിരിക്കുന്നതാണ്. പഴയ ബാത്റൂമാണ്, ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. എന്നാലും നമുക്കിപ്പം ഒരിത്തിരി നേരത്തേക്ക് നമ്മളത്ര ലക്ഷൂറിയസ് ഒന്നുമില്ല. അതുകൊണ്ട് ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം മതി നമുക്കൊന്ന് ജസ്റ്റ് ഫ്രഷ് ആവാനും പറ്റുമെങ്കിൽ ഒന്ന് ഉറങ്ങാനും. അതിന് വേണ്ടി മാത്രം. അവിടെ ഒരു കണ്ണാടിയൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ആദ്യം ഒരു റൂം നോക്കിയാൽ 1600 രൂപ. ഇവിടെ കുഞ്ഞുള്ളതുകൊണ്ടാണ് അതിനെ അതാണെങ്കിൽ വന്നപ്പോഴേ തൊട്ട് ഉറങ്ങി കഴിഞ്ഞത്. അപ്പം നമുക്ക് എടുത്തി ഉറക്കിയില്ലെങ്കിൽ നാളെ ടയർഡാകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അത്രേ ഉള്ളൂ. ഇനി ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും കിട്ടും. എന്തായാലും നിർമ്മാണം എന്ന് പറയുന്നത് 3:30. അപ്പോഴത്തേക്ക് എഴുന്നേക്കുമോ?
ആ സമയത്ത് എഴുന്നേറ്റ് വരിക്ക് നിൽക്കണം എന്നാണ്. നാളെ തിരക്ക് ഇല്ലായിരിക്കും എന്നല്ലേ പറഞ്ഞേ? തൊഴാം. അതെ. ഓക്കെ നോനൂട്ടാ വെച്ചോട്ടോ. നോനൂട്ടിന് വയ്യാണ്ടായി. ഇല്ല ഇല്ല ഇല്ല. ഗുരുവായൂർ ക്യൂ നിൽക്കുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നോനൂന് അതിൻ്റെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ വേഗം എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വരണം. കൃഷ്ണനവിടെ അമ്മോ നാളെ ചെന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പം മോന് ഫ്രണ്ടിൽ വന്നേക്കൂട്ടോ. അപ്പം ഞങ്ങളെന്താ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഞങ്ങൾ ഗുരുവായൂർ കഥ പറയും. ആയിക്കോട്ടെ, മേടിച്ചു തരാം. ആ സാലറി പറഞ്ഞതിന് മുന്നേ സാലറിയുടെ ഓർഡറുകളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാ ഒരു ബൈക്ക് വരുന്നത്. അപ്പം ഞങ്ങളിനി ഇങ്ങനെ ഗുരുവായൂരിലൂടെ നടക്കട്ടെ കേട്ടോ. കണ്ട ഇതിൻ്റെ മുല്ലപ്പൂവിൻ്റെ അപ്പുറത്തൊരു റോസാപ്പൂ. ഇതാണ് അച്ഛൻ്റെ റോസാപ്പൂവാണിത്. നടക്കി കുട്ടി നടക്കണുണ്ടോ? നമ്മൾ ഈ സമയത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കറങ്ങാൻ നടന്നിട്ടുണ്ട്. നോനൂന് ചായ വേണമെന്ന് പറഞ്ഞു. നോനൂന് ചായ കൊടുത്തില്ല എന്ന് പറഞ്ഞു. നോന് ഭയങ്കര ബഹളമായിരുന്നു. അതാ ചായ എവിടുന്നേലും മേടിക്കും. നോനൂന് കുറേ അവിടെ ആള് കിടക്കുന്നുണ്ട്. കുറേ സെറ്റ് സാരി ആദ്യം കാണുന്നത്. ഇല്ല ഇത്രേ